കല്യാശ്ശേരിയിലെ കള്ളവോട്ട് പരാതിയിൽ സിപിഎമ്മിനെതിരെ പ്രതിപക്ഷം. സിപിഎം കള്ളവോട്ട് ശീലമാക്കിയ പാർട്ടിയാണ് സിപിഎം എന്ന കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ തുറന്നടിച്ചു. കള്ളവോട്ട് കൊണ്ട് എൽഡിഎഫ് രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കല്യാശ്ശേരി എടക്കാടൻ വീട്ടിലെ 92കാരി ദേവിയുടെ വോട്ട് സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗണേശൻ രേഖപ്പെടുത്തിയതായിരുന്നു വിവാദത്തിന് ഇടയാക്കിയത്. സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. മുതിർന്ന പൌരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയ സിപിഎം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. കള്ളവോട്ട് സിപിഎമ്മിന് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. ഇത് കിട്ടിയ ആനുകൂല്യം ദുരുപയോഗം ചെയ്യലാണ്. പ്രായമുള്ള ആളുകളുടെ വോട്ടവകാശം അത് 100% സുരക്ഷിതമാക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ഉത്തരവാദിത്വം കൊടുത്ത് അങ്ങനെ ഒരു നിയമവും അങ്ങനെ ഒരു ക്ലോസും ഉണ്ടാക്കിക്കൊണ്ടാകുന്നത്. അത് ചുളുവിൽ അടിച്ചെടുക്കുകയാണ് സിപിഎം. അത് ദുരുപയോഗം ചെയ്യാണ്. സിപിഐഎം തെരഞ്ഞെടുപ്പ് വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രീയ ചായ്വെന്നും യുഡിഎഫ് കൺവീനർ എം ഹസൻ പ്രതികരിച്ചു. കല്യാശ്ശേരിയിലെ ഈ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു BLA നേരിട്ട് അങ്ങോട്ട് ചെയ്തു. അയാൾ സിപിഎമ്മിന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് രാഷ്ട്രീയ ചായ്വ് ഉണ്ടാവും. അതുകൊണ്ട് ഇവരെ എല്ലാവരെയും അറിയിച്ചിട്ടില്ല. അവർക്ക് രാഷ്ട്രീയ ചായ്വുള്ളതും താല്പര്യമുള്ള പാർട്ടിയുടെ പ്രതിനിധിയെ മാത്രമേ അറിയിച്ചുള്ളൂ. അയാൾ വരികയും അയാൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. മുൻപും കല്യാശ്ശേരിയിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്ന് തുറന്നടിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി. കള്ളവോട്ട് ഉണ്ടായി എന്നുള്ളത് എല്ലാവരും കണ്ടു. ഇത് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് നടന്നിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കാസർഗോഡ്.